നമ്മുടെ വളരെ പ്രിയപ്പെട്ട ആമേലച്ചൻ, ഈ ആമേച്ചന്റെ ഒരു പ്രസംഗം ഈ ഇന്നലെ ആരും എനിക്ക് തന്നു. നമ്മുടെ കായംകുളം കാദീശ പള്ളിയുടെ ഒരു സൈഡിൽ ഒരു സ്റ്റേജിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്. 1200 വർഷത്തെ കേമത്വം പറയുകയാണ്. 1912 കാതോലിക്കേറ്റ് വാഴ്ച നടത്തിയ സഭയ്ക്ക് 1200 വർഷത്തെ പാരമ്പര്യമുണ്ടെന്നാണ് അദ്ദേഹം വീമ്പ് പറയുന്നത്. ഈ പണം ഉണ്ടായി കഴിയുമ്പോ ഇപ്പൊ പഴയ തറവാടൊക്കെ വിലക്ക് മേടിക്കാൻ കിട്ടും. അങ്ങനെയൊക്കെ വിലക്ക് മേടിച്ച് തറവാടുകളൊക്കെ പലതും ഇളക്കി കൊമരോത്തൊക്കെ കൊണ്ട് റിസോർട്ടായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ പഴയൊരു ബ്രാഹ്മണ തറവാട് ഒരു 8 കെട്ടോ വല്ലതും മേടിച്ചിട്ട് ആ തറവാടിന് 1100 വർഷത്തെ പഴക്കം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ പോയി അത് വിലക്കെടുത്തു, പെയിന്റ് അടിച്ച് അവിടെ കയറി താമസിച്ചിട്ട് പിറ്റേ ദിവസം തൊട്ട് 1100 വർഷത്തെ നമ്മുടെ കുടുംബ മഹിമ പറയാൻ തുടങ്ങിയാൽ അത് അങ്ങേറ്റം പരിഹാസ്യമാണ്. അപ്പൊ കായംകുളം കാദീശ പള്ളിയുടെ വശത്ത് നിന്നിട്ട് ആമേലച്ചൻ പറയാണ്, ആരാണ് ഈ പള്ളി വെച്ചത് എന്നറിയാമോ? വിദേശത്ത് നിന്നൊന്നും വേണ്ട, വിദേശത്ത് നിന്ന് ആരും വേണ്ട, ഇങ്ങോട്ടാരും വരണ്ട. ആഹാ, അപ്പൊ ആരാ വെച്ചത്? വിദേശത്ത് നിന്ന് വന്ന 2 മെത്രാന്മാർ. എന്ന് പറഞ്ഞാൽ കായംകുളം കാദീശ പള്ളി സുറിയോയോ പള്ളിയാണ്, സത്യവിശ്വാസത്തിന്റെ പള്ളിയാണ്. അത് യാക്കോബായക്കാരന്റെ പള്ളിയാണ്, യാക്കോബായക്കാരന്റെ മാത്രം പള്ളിയാണ്. അല്ലെന്ന് തെളിയിക്കാൻ പറ്റുമോ? കത്തോലിക്ക പള്ളിയാണോ? അപ്പൊ അച്ഛനങ്ങ് ബുദ്ധിമുട്ടാണ്. അച്ഛൻ പറയാണ് 1200 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ എന്നാണ്? 9ാം നൂറ്റാണ്ടിൽ. 9ാം നൂറ്റാണ്ടിൽ പേർഷ്യൻ സഭ. ആരാണ് ഈ പേർഷ്യൻ സഭ? പേർഷ്യയിൽ നിന്ന് വന്ന അവരാരാണ്? പേർഷ്യയിൽ നിന്ന് വന്ന യാക്കോബായക്കാരാണ് ആ പള്ളി വെച്ചത്. യാക്കോബായ കുടിയേറ്റമാണ് 9ാം നൂറ്റാണ്ടിൽ നടന്നത്, നെസ്തോറിയൻ കുടിയേറ്റം. അപ്പോ അദ്ദേഹം പറയാ, അപ്പൊ ആമേലച്ചന് അങ്ങ് ഈ വിഴുങ്ങിയിട്ട് അച്ഛൻ പറയാ, അതായത് എന്തായത് പറയാ. ആമേലച്ചന്റെ പ്രസംഗം ഇവിടെ അങ്ങ് ഉണ്ടോ എന്ന് നോക്കട്ടെ. ആമേലച്ചന്റെ പ്രസംഗം കേട്ടോ ഗംഭീരമാണ്. എന്നാ ഒരു ശോഭയാണ്, എന്തൊരു ഭയങ്കര പങ്കുവെക്കലിന്റെയും ആത്മീയ ബോധ്യത്തിന്റെയും നിലയ്ക്കാത്ത പ്രവാഹത്തിന്റെ ഉറവിടമെന്ന നിലയിലും ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും അഭയ ആശ്രയ കേന്ദ്രമാണ്. പെടാപ്പാടുപെടുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ 2000 വർഷത്തെ ശ്ലൈകിക അപ്പോസ്തോലിക പാരമ്പര്യത്തെ ചുമ്മാ ചിരിപ്പിക്കാതെ. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് 2000 വർഷത്തെ ഒരു പാരമ്പര്യവും ഇല്ല, ശ്ലൈഹിക പാരമ്പര്യമില്ല. യാക്കോബായ സഭയിൽ നിന്ന് ഒരു വിഘടൻ മെത്രാൻ, വട്ടശ്ശേരി ദിവന്നാസ്യോസ് എന്ന് പറയുന്ന ഒരു വിഘടൻ മെത്രാൻ രൂപപ്പെടുത്തിയ, മനോരമക്കാരുടെ ഒത്താശയോട് രൂപപ്പെടുത്തിയ ഒരു ഗ്രൂപ്പ് മാത്രമാണ് നിങ്ങൾ പറയുന്ന ഇന്ത്യൻ ഓർത്തഡോക്സ്. യാക്കോബായ സഭയുടെ പൂർവിക സ്വത്തുക്കൾ പലതും നിങ്ങൾ തട്ടിയെടുത്തിട്ടുമുണ്ട്. ഒരു കൊള്ളസംഘം എന്ന് മാത്രമേ ഉള്ളൂ ആമേലച്ച. അപ്പൊ ആമേലച്ചന്റെ ഭാഗ്യചിഹ്നമായ ആമയെ സ്മരിച്ചുകൊണ്ട് ബാക്കി പ്രസംഗം നമുക്ക് കേൾക്കാം. ഇവിടെ ഞാൻ ഞെക്കേണ്ടതെന്ന് അറിയത്തില്ലല്ലോ. ഇതാ കേട്ടോ. 1912 മുതൽ എണ്ണി ചില ആത്മസുഖം കണ്ടെത്തുവാൻ പരിശ്രമിക്കുമ്പോ അവരുടെ മധ്യത്തിൽ സൂര്യശോഭ പോലെ കായംകുളം കാദീശ കത്തീഡ്രൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ 1912 മാത്രം ഉണ്ടായ ഒരു വിഭാഗമാണെന്ന് ഞാൻ പറയുമ്പോൾ അതിന് കൗണ്ടറായിട്ട് ഒരു വാക്കുപോലും പറയുവാൻ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ ആശയങ്ങളില്ല, ആളുകളില്ല. അതിന് പകരം ഒരു പഴയ കെട്ടിടം കാണിക്കുക. ഇത് കണ്ടോ, തട്ടിയെടുത്ത പള്ളി. ഞാൻ പറഞ്ഞല്ലോ, പണം കൊടുത്ത്. ഇപ്പൊ യൂസഫ് അലിയൊക്കെ പഴയ കെട്ടിടം മേടിക്കുന്നുണ്ട്. ഈ ഇംഗ്ലണ്ടിലെ പഴയ ഒരു കൊട്ടാരം യൂസഫ് അലി മേടിച്ചിട്ടുണ്ട്, ലണ്ടനിൽ. അതായത് 1600 കോടി രൂപ മറ്റോ മുടക്കി. അപ്പൊ അവിടെ ആ കൊട്ടാരത്തിൽ 1000-400 കൊല്ലമായിട്ട് അവിടെ താമസിച്ച സായിപ്പുമാരുടെ മദാമാരുടെ എല്ലാം പാരമ്പര്യം ഇനി യൂസഫ് അലിക്ക് കിട്ടും. യൂസഫ് അലി അങ്ങനത്തെ വിട്ടിത്തൊന്നും പറയത്തില്ല കേട്ടോ. ഇപ്പൊ ആമേലച്ചനങ്ങായിരുന്നു മേടിച്ചിരുന്നെങ്കിൽ കുഴഞ്ഞേനെ, ആ പാരമ്പര്യം എല്ലാം പറഞ്ഞേനെ. അച്ഛൻ ബാക്കി തള്ളച്ചാ കേക്കട്ടെ. 1700-ലധികം ചരിത്ര പാരമ്പര്യമുള്ള കടമ്പനാട് ഈ ദേവാലയത്തിന്റെ മാതൃദേവാലയം. കടമ്പനാട് കത്തീഡ്രലും 1200 വർഷം പാരമ്പര്യമുള്ള കായംകുളം കാദീശ കത്തീഡ്രലും ഒക്കെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭാഗം. അതുകൊണ്ട് മലങ്കര സഭയുടെ ചരിത്രത്തിന്റെ 1ാം നൂറ്റാണ്ട് മുതൽ 16ാം നൂറ്റാണ്ട് വരെയുള്ള മലങ്കര സഭയുടെ ചരിത്രം
1-ാം നൂറ്റാണ്ട് മുതൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു ചരിത്രവും ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 1-ാം നൂറ്റാണ്ടിലെ ചരിത്രം പറയണം. തോമസ് ലിയ വന്നിട്ട് ആക്കി വെച്ച ബിഷപ്പിന്റെ പേര് മാത്രം പറഞ്ഞാൽ മതി, അധികമൊന്നും വേണ്ട. അതിനെ നിശബ്ദതയുടെ തലങ്ങളിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അധിനിവേശത്തിന്റെ ചരിത്രം സൃഷ്ടിക്കുവാനും കൊളോണിയസത്തിന്റെ ചരിത്രം സൃഷ്ടിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഇന്ന് അവനവൻ എടുത്താ പോകുന്ന കാര്യം പോലെ ഇത്രയും കൂടിയ വാക്കുകളൊക്കെ പറയണോ? എന്താണ് വെച്ചാ കൊളോണിയലിസം? ചുമ്മാ ആരോ എവിടെയോ പ്രസംഗിക്കുന്ന കേട്ടു, അപ്പൊ ഈ കൊള്ളാല വാക്ക് ചുമ്മാ തട്ടുക. പറ. പടച്ചു വീടുന്ന നട്ടാക്കുരുക്കാത്ത നുണകൾക്ക് നേരെയുള്ള ഒരു പ്രതിരോധം. എന്റെ പൊന്നച്ച, നട്ടതൊക്കെ കുരുക്കാൻ തുടങ്ങിയതിന്റെ ഒരു വിഷമാണല്ലോ ഇപ്പൊ അച്ഛനിൽ ഈ കാണുന്നത്. അതൊക്കെ ഞങ്ങൾ നടന്നൊരു തീരുമാനിച്ചോളാം, കിളിപ്പിക്കണോ വേണ്ടതെന്ന്. കോട്ട കൂടിയാണ് കായംകുളം കാതീശ കത്തീഡ്രൽ എന്ന് തോർത്ത് ഞങ്ങൾ അഭിമാനിക്കുകയാണ്. നട്ടാക്കുരുക്കാത്ത നുണകൾക്ക് മുമ്പിൽ ഇത്തരം അനുഗ്രഹീതമായ ദേവാലയം മലങ്കര സഭയുടെ സഞ്ചാര പദങ്ങളെയാണ് ഓർമ്മിപ്പിക്കുക. അനുഗ്രഹീതരായ 2 പിതാക്കന്മാരിലൂടെ, കശീശന്മാർ എന്നറിയപ്പെട്ട മലങ്കര സഭയിൽ അറിയപ്പെട്ട മാർ സാഫോർ മാർ അഫ്രോത്ത് പിതാക്കന്മാരിലൂടെ. മാർ സാഫോർ മാർ അഫ്രോത്ത് ആരാണച്ചാ? ഇത് ഇവരുടെ വിദേശികളല്ലേ? അപ്പൊ സ്വദേശീയമായ ഒരു പള്ളിയാണോ? തദ്ദേശീയമായ പള്ളിയാണോ? വിദേശികൾ വന്ന് വെച്ച പള്ളിയല്ലേ? ആ പള്ളിയുടെ മുമ്പിൽ നിന്നല്ലേ അച്ഛൻ ഈ വാചകം അടിക്കുന്നത്? വിദേശത്തു നിന്നൊന്നും വേണ്ട, വിദേശികളുടെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ 2 വിദേശികൾ, യാക്കോബായക്കാർ 2 പേര് കൊല്ലത്ത് കപ്പലിറങ്ങി അവര് വെച്ച പള്ളിയുടെ മുമ്പിൽ നിന്ന് ഗീർവാണം പറയുകയാണ്, തദ്ദേശവാദം പറയുകയാണ്, സ്വദേശിവാദം പറയുകയാണ്, മലങ്കര ഓർത്തഡോക്സ് സഭയുടേതാന്ന് പറയുകയാണ്. അച്ഛന്റെ വാക്കുകളിൽ തന്നെ നിങ്ങൾ കേട്ടില്ലേ? എത്ര അബദ്ധമാണ് ഈ പറയുന്നത്? പുറത്തുനിന്ന് നിങ്ങൾ പള്ളി വെക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയ 2 മേസ്ത്രിമാരല്ലായിരുന്നു അവര്? ആണോ? മലങ്കര ഓർത്തഡോക്സ് സഭ നല്ല 2 മേസ്ത്രിമാരെ ഇറക്കാന്ന് പറഞ്ഞ 2 മേസ്ത്രിമാരെ ഇറക്കിയതാണോ? അല്ല. യാക്കോബായ സഭയുടെ 2 പിതാക്കന്മാർ കടൽ താണ്ടി വന്ന് അവര് സ്ഥാപിച്ച ഒരു പള്ളിയുടെ മുമ്പിൽ ആ പള്ളി തന്ത്രപൂർവ്വം പിടിച്ചെടുത്തിട്ട് അതിന്റെ മുമ്പിൽ നിന്ന് വെച്ച് ഭീഷണിപ്പെടുത്തുക. വിക്ടോറിയ ടെർമിനസ് എന്ന് പറഞ്ഞ് ബോംബെയിലൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ഞാനൊക്കെ പണ്ട് ബോംബെ പോകുമ്പോൾ ബോംബെ VT എന്നാ ടിക്കറ്റ് എടുക്കുന്നത്. ഈ കോട്ടയത്ത് പോയി ടിക്കറ്റ് എടുക്കും. അന്നത്തെ കാലത്ത് ഓൺലൈൻ ടിക്കറ്റ് ഒന്നും ഇല്ല. ഇപ്പൊ കോട്ടയത്ത് രാവിലെ പോണം. അപ്പൊ ഈ കൗണ്ടർ തുറക്കുന്നതിന് വേണ്ടി ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കും. അപ്പൊ നമ്മളിങ്ങനെ ടിക്കറ്റ് എടുക്കുകയാണ്. ബോംബെ VT എന്നാ പറയുന്നത്. ബോംബെ വിക്ടോറിയ ടെർമിനൽ എന്നുള്ളതാണ് ബോംബെ VT എന്ന്. ബോംബെ പോയിട്ടുള്ളവർക്കറിയാം VT സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഫേമസ്. ബോംബെ VTക്ക് പോവുക എന്നൊക്കെ പറയും. വിക്ടോറിയ ടെർമിനസ് അതെന്താണ്? വിക്ടോറിയ മഹാരാജ്ഞിയുടെ സ്മരണാർത്ഥം ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച നല്ല ശില്പസൗകുമാര്യമുള്ള ഒരു എടുപ്പുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ബോംബെ VT. ഇന്നും ഉണ്ട് കേട്ടോ ബോംബെ VT അവിടെ. പക്ഷെ BJP സർക്കാർ എന്ത് ചെയ്തു? ബോംബെ VT എന്നുള്ള ആ കെട്ടിടവും സ്ഥാപനവും എല്ലാം അതേപടി നിലനിർത്തിയിട്ട് അതിന്റെ പേര് മാത്രം CST എന്നാക്കി. ഛത്രപതി ശിവാജി ടെർമിനൽ. ഇന്ന് ബോംബെ VT ഇല്ല, CST ആണ്. ബോംബെ CSTയിൽ ഞാൻ പോയിട്ടുണ്ട്, ഒരു മാറ്റവും ഇല്ല. VT തന്നെ. അയ്യോ, ഇത് നമ്മുടെ പഴയ VT അല്ലേ? ആണടേ, പക്ഷെ ഇപ്പൊ അത് CST ആണ്. അപ്പൊ ഞാൻ ഓർക്കാണ്, അവിടെ ഒരു വിക്ടോറിയ രാജ്ഞിയുടെ പ്രതിമ നിൽപ്പുണ്ട്. അതിന്റെ കീഴിൽ ഝാൻസി റാണി എന്ന് എഴുതിയിരുന്നെങ്കിൽ കുറെ കൂടെ എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞ പോലെ. ഇതിപ്പം മാർത്തോമ 1-ാമന്റെ പടം കണ്ട് ഭ്രമിച്ച ഒരു അച്ഛന്റെ, യാക്കോബായിലെ ഒരു അച്ഛന്റെ ക്ലിപ്പ് ഇന്നലെ നമ്മൾ കേട്ടു. അത് മാർത്തോമ 1-ാമന്റെ പടം ഒന്നല്ല, അത് കണ്ടാൽ തന്നെ ഒരു യൂറോപ്യൻ എന്നറിയാം. അത് കത്തോലിക്കവൽക്കരണത്തെ തുടർന്ന് അത് ഫ്രാൻസിസ് കെ റോസിന്റെ ഒരു ചിത്രമാണ് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. അത് പിന്നെ മാർത്തോമ 1-ാമന്റെ ആണെന്ന്. ഇപ്പൊ അതായത് വിക്ടോറിയ രാജ്ഞിയുടെ പ്രതിമയുടെ കീഴെ ഝാൻസി റാണി എഴുതുന്ന പോലെ. എന്നിട്ട് പിന്നെ അത് വെച്ച് ചരിത്രം ഉണ്ടാക്കിയിട്ട് ഇതാണ് നമ്മുടെ സത്വം, ഇതാണ് നമ്മുടെ പൂർവികത. അപ്പൊ നമ്മുടെ പൂർവികർ സായിപ്പായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ അബദ്ധങ്ങളാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായ. കായംകുളം കാതീശ പള്ളി യാക്കോബായക്കാരുടെ പള്ളിയാണ്. അത് യാക്കോബായക്കാരുടെ 2 പിതാക്കന്മാർ, വിദേശത്ത് നിന്ന് വന്ന പിതാക്കന്മാർ പണിത പള്ളിയാണ്. അത് ഈ കശ്മലന്റെ നാവിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. മനസ്സിലായേ? ഇദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് വന്നു വിദേശത്ത് നിന്ന് വന്നാണെന്ന്. നിങ്ങൾ കേൾക്കത്. നട്ടാക്കുരുക്കാത്ത നുണകൾക്ക് മുമ്പിൽ. നട്ടാക്കുരുക്കാത്ത നുണ ആരാ പറയുന്നത്? ഇതാണ് നട്ടാക്കുരുക്കാത്ത നുണ. അത് നടാൻ നോക്കുന്നു, ഞാൻ ചൂടുവെള്ളം ഒഴിക്കുന്നു. പറഞ്ഞോ. ഇത്തരം അനുഗ്രഹീതമായ ദേവാലയം മലങ്കര സഭയുടെ സഞ്ചാര പദങ്ങളെയാണ് ഓർമ്മിപ്പിക്കുക. അനുഗ്രഹീതരായ 2 പിതാക്കന്മാരിലൂടെ. പിതാക്കന്മാർ ആരുടെ? അച്ഛന്റെ പിതാക്കന്മാരായിരുന്നോ? മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പിതാക്കന്മാരായിരുന്നോ ഈ വന്ന 2 പിതാക്കന്മാർ?
വിദേശത്തു നിന്നൊന്നും വേണ്ട, വിദേശത്തു നിന്ന് ആരും വരണ്ട എന്ന് പറയുന്ന നിങ്ങൾ വിദേശത്തു നിന്ന് വന്ന 2 യാക്കോബായ മെത്രാന്മാർ പണിത പള്ളിക്ക് മുമ്പിൽ നിന്ന് അവകാശവാദം പറയുന്നതിന് ഇത്തിരി ഉളുപ്പെങ്കിലും വേണ്ടേ? കശീശന്മാർ എന്നറിയപ്പെട്ട മലങ്കര സഭയിൽ അറിയപ്പെട്ട സാഫോർ മാർ അഫ്രോത്ത് പിതാക്കന്മാരിലൂടെ സ്ഥാപിതമായ അനുഗ്രഹീതമായ ദേവാലയം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സ്വാതന്ത്ര്യത്തിന് വില പറയാതെ, മലങ്കര സഭയുടെ തനതായ പാരമ്പര്യങ്ങൾക്ക് വില പറയാതെ ഈ മണ്ണിൽ അനുഗ്രഹീതമായ സാക്ഷ്യം വഹിച്ച പേർഷ്യൻ സഭയുമായുള്ള ബന്ധത്തിന്റെ നല്ല ഓർമ്മകൾ ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ സഭ വിശ്വാസ വിപരീതത്തിലേക്ക് കടന്നുപോയപ്പോ നിർദാക്ഷിണ്യം മലങ്കര സഭ അതിന്റെ ഭാഗമല്ലെന്ന് പ്രഖ്യാപിക്കുവാനും നോക്കിസത്യവിശ്വാസത്തിന്റെ പാതയിൽ നിലനിൽക്കുവാനും കഴിഞ്ഞ ധീരമായ ചരിത്രം തള്ളിമറിക്കുകയാണ്. നോക്ക് ഇപ്പൊ പുള്ളി പറഞ്ഞ കേട്ടോ, ആ സഭ ഏത് സഭ? പേർഷ്യൻ സഭ. പേർഷ്യൻ സഭ എപ്പോഴാണ് വിശ്വാസത്തിൽ നിന്ന് വീണു പോയത്? തിയഡോറിന്റെയും ബെർസോമസിന്റെയും സ്വാധീനത്തിൽ പേർഷ്യൻ സഭ നെസ്തോറിയൻ വിശ്വാസത്തിലേക്ക്, അല്ല നെസ്തോറിയൻ പാഷണ്ഡതയിലേക്ക് വീഴുന്നത് AD 486-ലാണ്, 5-ാം നൂറ്റാണ്ടിന്റെ അവസാനം. നിങ്ങൾ ചിന്തിക്കണം, AD 486 നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിൽ കരുതുക. സാബോർ അഫ്രോത്ത് പിതാക്കന്മാർ കൊല്ലത്ത് വരുന്ന 9-ാം നൂറ്റാണ്ടിലാണ്. 9-ാം നൂറ്റാണ്ടിൽ, അതായത് പേർഷ്യൻ സഭ വിശ്വാസത്തിൽ നിന്ന് വീണ് 4 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ വന്ന 2 പിതാക്കന്മാരാണ് സാബോർ അഫ്രോത്ത് പിതാക്കന്മാർ. ആ പിതാക്കന്മാർ വന്ന് സ്ഥാപിച്ച പള്ളി പേർഷ്യൻ സഭയുടെ പള്ളിയാണെങ്കിൽ അത് നെസ്തോറിയൻ പള്ളിയാണ്. അപ്പോ ഇദ്ദേഹം ഇവിടെ പറയുന്ന നുണ കേട്ടോ, അവര് വന്ന് പള്ളി വെച്ചു, ഞങ്ങൾ തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നു, പിന്നീട് അവർ വിശ്വാസത്തിൽ ഇത് വീണുപോയി എന്ന് 9-ാം നൂറ്റാണ്ടിന് ശേഷം പേർഷ്യൻ സഭ നെസ്തോറിയൻ വിശ്വാസത്തിലേക്ക് വീണെന്നാണ് ഇദ്ദേഹം പറയാൻ നോക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പ് മുസ്ലിങ്ങളെ മാനസാന്തരപ്പെടുത്തിയെന്ന് ഇന്ത്യൻ ഓർത്തഡോക്സുകാർ എഴുതി വെച്ചേ. ചരിത്രപരമായ വങ്കത്തങ്ങളെ കഴിഞ്ഞ നാളുകളിലൊക്കെ ഇവരുടെ വാചാലതയ്ക്ക് മുമ്പിൽ പലരും പകച്ചുപോയി മൗനമായി നിന്നു, ശരിയായിരിക്കും എന്ന് വിചാരിച്ചു. ഇവന്മാർ ഈ കുപ്പായമൊക്കെ ഇട്ട് വന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം ശരിയാന്ന് ഓർത്ത് അങ്ങ് പകച്ചുപോയി. ഇപ്പൊ കാലം മാറി, മനസ്സിലായോ? ഞങ്ങള് പെന്തക്കോസ്തിൽ നിന്നൊക്കെ ആളുകൾ തിരിച്ചു വന്ന് കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. മര്യാദയ്ക്ക് നടന്നോണം കേട്ടോ, ഇത്തരം വൃത്തികേട് മൈക്ക് വെച്ച് പറയാൻ. ഇദ്ദേഹം പറഞ്ഞു കേട്ടു. നോക്കിക്കേ, ഈ യാക്കോബക്കാർക്ക് ഭയങ്കര ഭക്തിയാന്ന്. അവര് ഈ നോമ്പും ഉപവാസവും എല്ലാം എടുത്തെടുത്ത് ഭക്തി കൂടി പോയിട്ട് ആരെന്നാ പറഞ്ഞാലും വാ തുറന്ന് തിരിച്ചു പറയത്തൂല്ലൊന്നുമില്ല. അതേ നോക്കി, ഈ അനുഗ്രഹീതമായ സഞ്ചാരപാതകൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. അനുഗ്രഹീതമായ ദേവാലയം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സ്വാതന്ത്ര്യത്തിന് വില പറയാതെ, മലങ്കര സഭയുടെ തനതായ പാരമ്പര്യങ്ങൾക്ക് വില പറയാതെ ഈ മണ്ണിൽ അനുഗ്രഹീതമായ സാക്ഷ്യം വഹിച്ച പേർഷ്യൻ സഭയുമായി ഇവിടെ വന്ന് ഈ മലങ്കര ഓർത്തഡോക്സ് എന്ന് പറയുന്ന സാധനം 912 ഉണ്ടായത് ആ സുഹൃത്തെ. അപ്പൊ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് സങ്കല്പിച്ച് പറയാ. എനിക്കൊരു പേന തരൂ, പേന നിറയെ വിഷം തരൂ എന്ന് പറഞ്ഞ പോലെ ഈ ഇദ്ദേഹം എനിക്കൊരു മൈക്ക് തരൂ. ബന്ധത്തിന്റെ നല്ല ഓർമ്മകൾ ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ സഭ വിശ്വാസ വിപരീതത്തിലേക്ക് കടന്നുപോയപ്പോ നിർദാക്ഷിണ്യം മലങ്കര സഭ അതിന്റെ ഭാഗമല്ലെന്ന് പ്രഖ്യാപിക്കുവാനും സത്യവിശ്വാസത്തിന്റെ പാതയിൽ നിലനിൽക്കുവാനും കഴിഞ്ഞ ധീരമായ ചരിത്രം ഈ അനുഗ്രഹീതമായ സഞ്ചാരപാതകൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. അവിടെ നിൽക്ക്, ഇതുമല്ല അറിയാവോ? ആമേലച്ചൻ ചുമ്മാ ഇങ്ങനെ ഈ വർത്തമാനം പറഞ്ഞിട്ട് പോകല്ലോ കേട്ടോ. എപ്പോഴാണ് ആ സഭ വിശ്വാസത്തിൽ നിന്ന് വേറെ പോയെ? എപ്പോഴാണ് അച്ഛന്റെ സഭ സത്യവിശ്വാസത്തിൽ നിൽക്കാൻ തീരുമാനിച്ചത്? സത്യവിശ്വാസത്തിൽ നിൽക്കാൻ തീരുമാനിച്ച കൗൺസിൽ ഏതാണ് മലങ്കരയിൽ നടന്നത്? പേർഷ്യൻ സഭ നെസ്തോറിയൻ വിശ്വാസത്തിലേക്ക് പോയി. ആയതിനാൽ പേർഷ്യൻ സഭയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് സത്യവിശ്വാസത്തിൽ നിൽക്കണമെന്ന സത്യവിശ്വാസത്തെ നിർവചിച്ച കൗൺസിൽ ഏതാണ് മലങ്കരയിൽ നടന്നത്? ഭാവനയിൽ ഓരോന്ന് പറയുകയാണ്. ഭാവനയാക്കും പൂവണി, അങ്ങനെ എന്തോ ഭാവനയാണ്. അച്ഛൻ ഇങ്ങനെ ഭാവന കാണുകയാണ്. ഇതൊന്നും നടന്നിട്ടില്ല അച്ഛാ.
ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. അച്ഛൻ സ്വപ്നം കണ്ടിട്ട് പറയുകയാണ്, വെറും സ്വപ്ന ലോകത്തിലെ ബാലഭാസ്കർ എന്നൊക്കെ പറയുന്ന പോലെ സ്വപ്ന ലോകത്തിലെ ആമയച്ഛൻ, സ്വപ്നം കാണുന്ന ആമകൾ സ്വപ്നം കാണാറുണ്ടോ? അച്ഛനെ പറ്റി ഒരു പുസ്തകം എഴുതണം. അല്ല, നിങ്ങളൊന്ന് ഓർത്തു നോക്കി, എന്ത് വിഡ്ഢിത്തമാണ് ഇദ്ദേഹം വിളിച്ചു പറയുന്നത്. അതും സുറിയാനി സഭയുടെ കറുത്തകുപ്പായ എടുത്തിട്ട്. നേരത്തെ ഇവന്മാര് വെള്ളക്കുപ്പായ ഇട്ടോണ്ടിരുന്നത്. ഞാനിവിടെ കറുത്തകുപ്പായ ഇട്ട് കൂടുതൽ സുറിയാനിക്കാര് അച്ഛന്മാര് കറുത്തകുപ്പായ ഇടേണ്ടത്, വെള്ളക്കുപ്പായൊക്കെ ആംഗ്ലിക്കന്മാരുടെ അല്ലെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ നോക്കി ഇവന്മാരും കറുത്തകുപ്പായ ഇടാൻ തുടങ്ങിയല്ലോ. ദൈവമേ, യാക്കോബ അച്ഛന്മാര് കറുത്തകുപ്പായൊക്കെ ഇട്ട് ഡീസെന്റ് ആയിട്ട് നടക്കുന്ന കണ്ടപ്പം ഇവരും ഈ കറുത്തകുപ്പായം ഇടാൻ തുടങ്ങി. ഇതിപ്പോ എന്ത് ചെയ്യുന്ന ഇവരുടെ ഈ പോക്സോ കേസും മറ്റേ പെണ്ണ് കേസും എല്ലാം ഇനി മറ്റൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. യാക്കോബ അച്ഛന്മാർ എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടുപിടിക്കണം കേട്ടോ. എന്തെങ്കിലും യുവമാരിൽ നിന്നൊരു വ്യത്യാസം വരുത്തണം. അതന്നെയാണല്ലോ ഇപ്പോഴത്തെ പുതിയ ഭാവമൊക്കെ വന്ന സ്ഥിതിക്ക് കണ്ടാൽ തിരിച്ചറിയാൻ എന്തെങ്കിലും. ബാക്കി കേൾക്കാം. ശത്തൊരു നുണയാണത്. ആ ഓൺലൈനിൽ കൂടെ കേട്ടിട്ട് പോലും ഈ നുണയുടെ ദുർഗന്ധം എന്റെ മൂക്കിലോട്ട് അടിക്കുക. പക്ഷേ ചിലർക്ക് ഈ മഹത്തായ പാരമ്പര്യം അങ്ങ് പിടിക്കുന്നില്ല. അവർക്ക് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ചരിത്രം 12 മുതൽ എഴുതിയാൽ, പിന്നെ 34 മുതൽ എഴുതിയാൽ ഈ സഭ ഇന്നും ശൈശവ ദശയിലാണെന്ന് പറയുവാൻ വ്യതാശ്രമം നടത്തുന്നവരാണ്. പക്ഷെ അക്കൂട്ടർ തന്നെ ഭാരതത്തിന്റെ നീതിപീഠം എടുത്തു ചവറ്റുകുട്ടയിൽ കളഞ്ഞ ഒരു ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ട്, 2002. പക്ഷെ അവരുടെ സഭ ഒരിക്കലും 2002 തുടങ്ങിയെന്ന് പറഞ്ഞ സമ്മതിക്കില്ല. മാർത്തോമാ ശ്ലീഹായ്ക്ക് മുമ്പുണ്ടായി എന്നാണ് അവരുടെ അഭിപ്രായം. അപ്പൊ 2002 ഒരു സംവിധാനം രൂപീകരിച്ച് ഇന്ത്യൻ ജുഡീഷ്യറി അത് തള്ളിക്കളഞ്ഞെങ്കിലും അവർ പൗരാണികരാണ്. കാരണം അവർക്ക് പൗരാണികർ അങ്ങനെയാണല്ലോ ഈ വർത്തമാനകാല ചരിത്രത്തിൽ നാം പലതും കാണുന്നത്. നോമ്പ് കാലത്ത് കേസ് കൊടുക്കുന്നതിനെ പറ്റി നൊമ്പരപ്പെട്ടവർ ഈ വർത്തമാനകാല ചരിത്രത്തിലുണ്ട്. നിങ്ങൾ ഇതൊക്കെ ഈ കുറച്ച് കൊതിക്കറു പറയുന്നതേ ഉള്ളൂ. യാക്കോബായ സഭ പൗരാണിക സഭയാണെന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്ന് ഒരു അസ്വസ്ഥത ഉണ്ടാകുകയാണ്. ഇപ്പൊ ഞാൻ ഈ ആമയച്ചൻ പറഞ്ഞതിന്റെ ആ ബ്ലണ്ടർ ഒന്നുകൂടെ ചുരുക്കി പറയാം. ആമയച്ചൻ പറഞ്ഞത് കായംകുളം കാദീശ പള്ളി ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ പള്ളിയാണ്. തെറ്റ്. കാരണം ഇന്ത്യൻ ഓർത്തഡോക്സുകാര് ആ പള്ളി വെക്കുന്ന കാലത്തില്ല. 2, അത് തദ്ദേശീയർ വെച്ച പള്ളിയല്ല, അത് വിദേശത്ത് നിന്ന് വന്ന 2 പിതാക്കന്മാർ വെച്ച പള്ളിയാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ആ 2 പിതാക്കന്മാർ യാക്കോബായ സഭയുടെ മെത്രാന്മാരായിരുന്നു. അവരാണ് ആ പള്ളി വെച്ചത്. സത്യവിശ്വാസത്തിൽ ആ പള്ളി അന്ന് മുതൽ നിൽക്കുന്നു. അതൊരു ത്രിസായി പള്ളിയാണ്. തൃത്വത്തിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പള്ളി. പിന്നീട് അദ്ദേഹം പറയുന്നു, ഈ വിദേശത്ത് നിന്ന് വന്ന മെത്രാന്മാർ പേർഷ്യൻ സഭക്കാരായിരുന്നെന്നും അവരുമായിട്ട് സഹകരണത്തിൽ മലങ്കര സഭ പോയി എന്നും പേർഷ്യൻ സഭ വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിയപ്പോൾ അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് സത്യവിശ്വാസത്തിൽ നിൽക്കാൻ മലങ്കര സഭ തീരുമാനിച്ചു എന്നും തെറ്റ്. കാരണം ഈ പിതാക്കന്മാർ വന്നത് 9-ാം നൂറ്റാണ്ടിലാണ്. പേർഷ്യൻ സഭ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയത് 5-ാം നൂറ്റാണ്ടിലാണ്. 5-ാം നൂറ്റാണ്ടിൽ വിശ്വാസത്തിൽ നിന്ന് തെറ്റി 4 നൂറ്റാണ്ടും കൂടെ കഴിഞ്ഞ് പേർഷ്യയിൽ നിന്ന് വരുന്നവർ ആ സഭക്കാരാണെങ്കിൽ അവർ വേദവിപരീതികളാണ്. അപ്പൊ വേദവിപരീതികൾ വെച്ച പള്ളിയാണ് കായംകുളം പള്ളി എന്ന് അച്ഛൻ സമ്മതിക്കേണ്ടി വരും. അത് പറ്റില്ല. അപ്പൊ പിന്നെ വേദവിപരീതികൾ വെച്ച പള്ളി അല്ലെങ്കിൽ അത് യാക്കോബക്കാർ വെച്ച പള്ളിയാണ്. കാരണം പിന്നെ പള്ളി വെക്കാൻ ആരുമില്ല. അവിടെ 2 കൂട്ടരേ ഉള്ളൂ, അൽ നെസ്തൂറിയ അൽ യാക്കൂബിയ എന്നാണ് മുസ്ലിങ്ങളുടെ രേഖകളിലെല്ലാം കാണുന്നത്. അൽ യാക്കൂബിയ എന്ന് അറബി മുഴുവൻ എഴുതിയിട്ടുണ്ട്. യാക്കോബായക്കാർ അൽ യാക്കൂബിയ എന്നാണ്. ഖുറാന്റെ തഫ്സീറി വരെ എഴുതി വെച്ചിരിക്കുക അൽ യാക്കൂബിയ എന്ന്. അല്ലാതെ ഇവിടെ ചില ആളുകൾ യാക്കോബായക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോർച്ചുഗീസുകാർ വന്ന് വിളിച്ച പേരൊന്നുമല്ല. യാക്കോബായക്കാരെന്നുള്ളത് അങ്ങ് പൂർവികമായ പേര് തന്നെയാണ്. മനസ്സിലായി? മുസ്ലിങ്ങളുടെ ഖുറാന്റെ തഫ്സീറി വരെ എഴുതിയിട്ടുണ്ട് അൽ യാക്കൂബിയ എന്ന്. അപ്പൊ അൽ യാക്കൂബിയ അൽ നെസ്തൂറിയ. അപ്പോ ഈ കായംകുളം പള്ളി വെച്ചത് അൽ നെസ്തൂറിയ ആണോ? അൽ നെസ്തൂറിയ അല്ലെങ്കിൽ അൽ യാക്കൂബിയ ആണ്. അപ്പൊ യാക്കോബക്കാരന്റെ പള്ളിയാണ് കായംകുളം കാദീശ പള്ളി എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമായി സ്ഥാപിക്കുവാൻ ആമയച്ചന്റെ തന്നെ ഉപയോഗിച്ചിരിക്കുകയാണ്. ആമയച്ചൻ തന്നെ അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം ആമയച്ചൻ പറയുകയാണത് വിശ്വാസത്തിന് തെറ്റിപ്പോയെന്ന്. പക്ഷെ 400 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടച്ചാ. പെട്ടെന്നൊന്നും പിടിച്ചാ എത്ര വാചകം അടിച്ചാലും നികത്താൻ പറ്റാത്ത ഗ്യാപ്പാ. 400 വർഷത്തെ ഗ്യാപ്പും മറ്റും വാചകം അടിച്ച് നികത്താൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് യാക്കോബായ സഭയുടെ